ആർത്തിരമ്പി പെയ്യുന്ന മഴ പലതിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാണ്. സന്തോഷത്തിൻ്റെ, സങ്കടത്തിൻ്റെ, സഹനത്തിൻ്റെ പലതരം ഭാവങ്ങളിലേക്ക് അത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. മഴ അതിൻ്റെ ശ്രുതിയിൽ ലയിച്ചുകൊണ്ട് പെയ്തിറങ്ങുമ്പോൾ ഞാനും എൻ്റെ ഭൂതകാലത്തിലേക്ക്, എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകുന്നു. പണ്ട് ഞാനും എൻ്റെ ഏട്ടനും കൂടി അമ്പലക്കുളത്തിലെ ഗോപുരക്കടവിൽ നിന്നൊരു നീരാട്ടുണ്ട്. കടവിൻ്റെ മുകളിലെ ഓടിലൂടെ വീഴുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക തണുപ്പാണ്. അത് തലയിൽ വീഴാൻ ഞങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കും മണിക്കൂറുകൾ. മഴക്കാലത്ത് കുളത്തിൽ നല്ല തിരക്കാണ്. കളരി പഠിക്കാൻ വരുന്നവർ, നീന്തം പഠിക്കാൻ വരുന്നവർ, അങ്ങനെ പലരും ഉണ്ടാവും. പക്ഷേ എത്ര തിരക്കുണ്ടായാലും ഞാനും ഏട്ടനും ഞങ്ങളുടെ കുളിയുടെ ദൈർഘ്യം കുറയ്ക്കാറില്ല. കുളത്തിൽ നിന്നാണ് ഓട്ടമത്സരവും തൊടാൻ പാച്ചിലും എല്ലാം. നീന്തി തളരുമ്പോൾ ഏട്ടൻ എന്നെ ചുവരിൽ കയറ്റി നീന്തും, മുതലപ്പുറത്ത് ആമ കയറുന്നത് പോലെ. എന്തിനും ഏതിനും ഏട്ടനും കൂടെ ഉണ്ടാകും. പലപ്പോഴും എൻ്റെ വാശിക്ക് കൂട്ടുനിൽക്കുന്ന ഏട്ടനാവും അച്ഛൻ്റെ തല്ല്. ഒരിക്കൽ കുളി പതിവിലും കൂടിയപ്പോൾ അമ്മയുടെ വിളി വന്നു. 2-3 തവണ അത് ആവർത്തിച്ചെങ്കിലും ആരെ കേൾക്കാൻ? ഞങ്ങൾ ഞങ്ങളുടെ കുളിയിൽ മുഴുകി. അതിനിടയിൽ എപ്പോഴോ ഞങ്ങളെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്നൊരു തോന്നൽ. പലരും ഞങ്ങളെ നോക്കി പരിഹസിക്കുന്നു. ചിലരുടെ മുഖത്ത് സഹതാപം. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് എന്തോ ഒരു വസ്തു ഏട്ടന്റെ മേൽ ശക്തിയായി പതിച്ചത്. വേദന കൊണ്ട് കൂകി വിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചൂരൽ, അതിന്റെ അറ്റത്ത് അച്ഛൻ്റെ കൈകൾ. പിന്നെ കുറച്ചു നേരത്തേക്ക് ചൂരലിന്റെയും ഏട്ടന്റെയും ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഇടയിൽ എനിക്കും കിട്ടിയ ഒരെണ്ണം. പക്ഷെ അത് വെള്ളത്തിനടിയിൽ വെച്ചായതുകൊണ്ട് വേദനയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങളെ വേദനിപ്പിച്ചത് അച്ഛൻ്റെ അടിയായിരുന്നില്ല. വായ പൊത്തി ചിരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവന്റെ ചിരി ഇന്നും ഞങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു, ഫ്രെയിം ചെയ്തു വെച്ചതുപോലെ.